ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് വീക്സിൽ നമ്മൾ കുറച്ച് ട്രേഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ട്രേഡ്സിൻ്റെ അപ്ഡേറ്റ്സുകൾ എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് വീക്കിലെ വീഡിയോയിൽ ഞാൻ ഓൾറെഡി എൻ്റെ റേഞ്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ വീക്കിൽ ഞാൻ എടുത്ത പൊസിഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ ഉള്ള സമയത്തായിരുന്നു ഞാൻ ട്രേഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ വീക്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മാർക്കറ്റ് ക്ലോസിംഗ് റേഞ്ച് ഈ ഒരു റേഞ്ചിനുള്ളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന എക്സ്പെക്ടേഷനിലായിരുന്നു ഞാൻ ലാസ്റ്റ് വീക്സിൽ പൊസിഷൻ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷനിൽ ഞാൻ കഴിഞ്ഞ വീക്കിൽ ഏകദേശം ഈ ഒരു അതായത് ഒരു അയൺ കോണ്ടർ എന്ന് പറയുന്ന സ്ട്രാറ്റജി, അതായത് ഈ ഒരു റേഞ്ചിൽ ക്ലോസ് ചെയ്യുന്ന എക്സ്പെക്ടേഷനിൽ മാർക്കറ്റ് ഈ ഒരു പൊസിഷനിൽ എന്ന സമയത്ത് എന്തായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച കാണാൻ പൊസിഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു കോൾ സ്പ്രെഡും പുട്ട് സ്പ്രെഡും എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു റേഞ്ചിൽ ബ്രേക്ക് ചെയ്യാൻ വരുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ വീക്കിൽ പൊസിഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ ഫസ്റ്റത്തെ കഴിഞ്ഞ വ്യാഴവും വെള്ളിയും മാർക്കറ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ തിങ്കളാഴ്ച മാർക്കറ്റ് ഒരു ഓവറോൾ ഗ്ലോബൽ സെന്റിമെന്റ്സിന്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് കാരണം നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് ഒരു ഹ്യൂജ് ഗ്യാപ് ഡൗണിലായിരുന്നു ഓപ്പൺ ആയത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് എൻ്റെ പൊസിഷൻസ് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ലോസിലായിരുന്നു. ഞാൻ ഹെഡ്ജ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു ലോസിലായിരുന്നു മാർക്കറ്റ് എൻ്റെ പോർട്ട്ഫോളിയോ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഗ്യാപ് ഡൗൺ ആയ സമയത്ത് ഇവിടെ ഒരു ഡിമാൻഡ് സോൺ ഉണ്ടായത് കൊണ്ട് തന്നെ ഞാൻ ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ അതിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള 2 ദിവസങ്ങളിൽ മാർക്കറ്റ്, അതായത് തിങ്കൾ ആണെങ്കിലും ചൊവ്വ ബുധനാണെങ്കിലും വലിയൊരു ഫാൾ അതിന് ശേഷം വന്നിട്ടില്ല. ഈ ഒരു റേഞ്ചിൽ തന്നെ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും എനിക്കൊരു മിനിമം ലോസ്, ഇത്രയും വലിയൊരു ഫാൾ വന്നതുകൊണ്ട് തന്നെ ഒരു മിനിമം ലോസിൽ എൻ്റെ പൊസിഷൻസ് എനിക്ക് ക്ലോസ് ചെയ്യാനായിരുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് ലാസ്റ്റ് വീക്കിൽ ഏകദേശം എനിക്കൊരു 80,000 അടുത്താണ് എനിക്ക് ലാസ്റ്റ് വീക്കിൽ എനിക്ക് ലോസ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഞാനിവിടെ അപ്ഡേറ്റ്സ് കൺസോളിൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീക്കിൽ പി ആൻഡിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഏകദേശം റിപ്പോർട്ടിൽ പോയി കഴിഞ്ഞാൽ പി ആൻഡിൽ എടുത്തതിന് ശേഷം നമുക്ക് ഫ്യൂച്ചർ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതുപോലെ റിലീസ്ഡ് പി ആൻഡിൽ സെലക്ട് ചെയ്യും. അത് കഴിഞ്ഞ വീക്കിലെ റേഞ്ച് എന്ന് പറയുമ്പോൾ ഏകദേശം കഴിഞ്ഞ തേഴ്സ്ഡേ തൊട്ട് ഈ ഒരു വെനസ്ഡേ വരെയുള്ള ഒരു റേഞ്ചാണ് ഞാൻ എടുക്കുന്നത്. കാരണം ഞാൻ കൂടുതലും വീക്കിലി പൊസിഷൻസ് ആണ് ഞാൻ എടുക്കാറുള്ളത്. ഒരു വ്യാഴാഴ്ച പൊസിഷൻസ് എടുത്തതിന് ശേഷം ഒരു തിങ്കൾ ചൊവ്വ ക്ലോസ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ മാക്സിമം ഒരു എക്സ്പയറി വരെയൊക്കെ ഹോൾഡ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ വീക്കിലി ഓപ്ഷൻ സെല്ലിംഗ് പൊസിഷൻസ് ആണ് കൂടുതലും എടുക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് വീക്സിലെ പി ആർ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് വീക്കിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 75,000 റുപ്പീസ് ആണ് ലോസസ് വന്നതിൽ. ഒരു നിയർലി 4,000 റുപ്പീസ് ചാർജസ് വന്നതിന് ശേഷം ടോട്ടലി ഏകദേശം ഒരു 80,000 റുപ്പീസിൻ്റെ അടുത്താണ് എനിക്ക് ലാസ്റ്റ് വീക്കിൽ ഇവിടെ ലോസ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമുക്ക് ചില ദിവസങ്ങളിൽ ചെറിയ ചെറിയ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്, അതുപോലെ ചില ദിവസങ്ങളിൽ ലോസുകളും ബുക്ക് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ. അപ്പോൾ ഇത്രയാണ് ലാസ്റ്റ് വീക്കിലുള്ള എൻ്റെ ട്രേഡിൻ്റെ അപ്ഡേറ്റ്സ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് വരുന്ന സമയത്ത്, അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയാണ്. അപ്പോൾ ഇന്ന് ഞാൻ കറന്റ് പൊസിഷൻസ് ഒന്നും ഓപ്പൺ ആയിട്ടില്ല. കാരണം ഇപ്പോൾ ഇന്ന് RBIയുടെ ഒരു പോളിസി വരുന്നുണ്ട്. അപ്പോൾ RBIയുടെ പോളിസിയുടെ അപ്ഡേഷൻസ് കൂടി വന്നതിന് ശേഷം ഇന്ന് ആഫ്റ്റർനൂൺ മാത്രമായിരിക്കും ഞാൻ ഈ ഒരു പൊസിഷൻസ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ മിക്കവാറും ഒരു ഓവറോൾ ഒരു കറന്റ് ഉള്ള മാർക്കറ്റ് സെന്റിമെന്റ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വലിയൊരു ചേഞ്ചസ് RBI റിപ്പോ റേറ്റിൽ വലിയൊരു ചേഞ്ചസ് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു ഫ്ലക്ച്വേഷൻ ഇന്ന് മാർക്കറ്റ് ഉണ്ടാവാൻ ചാൻസ് കുറവാണെങ്കിലും വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇന്ന് ആഫ്റ്റർനൂൺ ശേഷം മാർക്കറ്റ് ഒരു കറക്റ്റ് വ്യൂ കിട്ടിയതിന് ശേഷം മാത്രമായിരിക്കും ഇന്ന് ഞാൻ പൊസിഷൻസ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് ഈ ഒരു വീക്കിൽ എടുക്കുന്ന പൊസിഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീക്കിലെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.